നമസ്കാരം. കേരള പോലീസിൻ്റെ നേതൃത്വത്തിൽ ഹോപ്പ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഹിന്ദി ക്ലാസ്സിലെ അടുത്ത ഭാഗത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. പാഠത്തിൻ്റെ പേര് ഞാൻ എഴുതിയിരിക്കുന്നു സബ്സെ ബഡാ ഷോമാൻ. സബ്സെ ബഡാ ഷോമാൻ. നേരത്തെ ഒരു പാഠത്തിൽ നമ്മൾ കേട്ടതുപോലെ ഇംഗ്ലീഷും കൂടെ ചേർന്നൊരു വാക്കാണ്. അവിടെ അയാമെന്ന് കേട്ടു, ഇവിടെ ഷോമാൻ. സബ്സെ ബഡാ ഷോമാൻ. ആരാണ് സബ്സെ ബഡാ ഷോമാൻ എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരും. ചാർലി ചാപ്ലിനാണ്. ഹോളിവുഡ് സിനിമയിൽ ഒരു കാലഘട്ടത്ത് മിന്നിത്തിളങ്ങിയിരുന്ന സിനിമാ സംവിധായകനും നടനും വിദൂഷകനായിട്ട് വളരെ തമാശ റോളുകളൊക്കെ എടുത്ത് കുട്ടികൾക്ക് വേണ്ടി ഫിലിം നിർമ്മിച്ച സിനിമാ നിർമ്മാതാവും ഒക്കെയായ ഒരാളാണ് ചാർലി ചാപ്ലിൻ. അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ് ഗീത് ചതുർവേദി എന്ന നമ്മുടെ ഹിന്ദിയിലെ ഒരു ലേഖകൻ. അപ്പോൾ ഇതിനെ നമുക്ക് ജീവനി എന്ന് പറയാം. അപ്പോൾ ഒന്നാമത് നമ്മൾ കേട്ട നേരത്തെ കഥ കേട്ടു, ബീർ ബഗൂട്ടി എന്നുള്ള കഹാനി കേട്ടു, പിന്നെ നമ്മുടെ ഒരു ഫിലിം ലേക്ക് കേട്ടു. ഇങ്ങനെ ഓരോ പാഠങ്ങളിൽ ഓരോ നമ്മൾ കേൾക്കുന്നത്. ഇവിടെ ഇതൊരു ജീവനി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ജീവനി എന്ന ആ പാഠത്തിൻ്റെ മുകളിൽ എഴുതിയിട്ടുമുണ്ട് ജീവനി എന്ന്. ചിത്രവും ഒക്കെ കാണിച്ചിട്ടുണ്ട്. ചാർലി ചാപ്ലിൻ്റെ വിവിധ ചിത്രങ്ങളുമൊക്കെ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നിങ്ങൾക്ക് മറിച്ച് നോക്കിയാൽ കാണാം. അതുപോലെ ചാർലി ചാപ്ലിൻ്റെ വിവിധ ഭാവങ്ങൾ നമ്മുടെ ഈ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ കഥാപാത്രത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ചാർലി ചാപ്ലിനെ കുറിച്ച് അറിയാൻ നമ്മുടെ സ്കൂൾ ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലൊക്കെ ഇദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാനുണ്ട്. എല്ലാവരും അറിയുന്ന ഒരു ലേഖകനും ഒക്കെയാണ് അദ്ദേഹം. ദ കിഡ് എന്ന പേരിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു സിനിമ, ഈ ഷോർട്ട് ഫിലിം പോലെ ഇഷ്ടം പോലെ സിനിമകളുടെ ഒരു കളക്ഷൻസ് അദ്ദേഹത്തിൻ്റെ ഉണ്ട്. പിന്നെ ദ ഡിക്റ്റേറ്റർ എന്നൊക്കെ പറഞ്ഞ് പേരുകേട്ട രചനകളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സിനിമാ സംവിധായകനാണ്, അഭിനേതാവാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് മറ്റൊരാൾ പറയുമ്പോൾ അതിന് പറയും ജീവനി എന്ന് പറയും. ജീവനി എന്ന് പറഞ്ഞാൽ ജീവചരിത്രം എന്നാണ്. അപ്പോൾ ആ ജീവനി എന്ന് സൈഡിൽ എഴുതിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. എഴുതിയിരിക്കുന്ന ഗീത് ചതുർവേദിയാണ്. മറ്റൊരാൾ പറഞ്ഞതുകൊണ്ടാണ് ജീവനി എന്ന് പറയുന്നത്. നമുക്കിവിടെ സബ്സെ ബഡാ ഷോമാൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ചാർലി ചാപ്ലിൻ. ഓ കൈസെ സബ്സെ ബഡാ ഷോമാൻ ബൻ ഗയാ. എങ്ങനെയാണ് അദ്ദേഹം ഏറ്റവും വലിയ ഒരു ഷോമാനായിട്ട് അദ്ദേഹം രംഗത്തേക്ക് വന്നത് എന്നത് ഒരു വലിയ അനുഭവമാണ്. അതാണ് നമ്മളെ ഇവിടെ ഈ പാഠത്തിൽ ഏറ്റവും ഷോർട്ടായിട്ടുള്ള, നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കാൻ വച്ചിരിക്കുന്നതിൽ ഏറ്റവും ഷോർട്ടായിട്ടുള്ള ലളിതവുമായ വളരെ സിമ്പിളുമായിട്ടുള്ള ഒരു പാഠമാണ് ഇത്. നമുക്ക് ചാർലി ചാപ്ലിനിലേക്ക് വരാം. ഒരു അനുഭവം പറയുകയാണ്. ലണ്ടനിലെ ഒരു തിയേറ്ററിൽ ഒരു ഗാനം, നമ്മുടെ ഗാനമേള എന്ന് പറയുന്ന ഇന്നത്തെ രീതിയൊന്നുമില്ല, ഒരു ഗാന ഉത്സവം നടക്കുകയാണെന്ന് വയ്ക്കുക. ഒരുപാട് ആളുകൾ ആ തിയേറ്ററിൽ കൂടിയിട്ടുണ്ട്. ഇത് ഞാൻ മുമ്പേ പറയുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് അങ്ങനെ വെച്ചിട്ടൊരു വാർത്തയൊക്കെ സൃഷ്ടിക്കാൻ പറ്റും. നമുക്ക് ലണ്ടനിലെ ഒരു തിയേറ്ററിൽ ഒരു ഗാനം അല്ലെങ്കിൽ ഒരു ഗാനമേള എന്നാക്കിക്കോ നടക്കുകയാണ്. അവിടെ ഒരു സ്ത്രീ പാടുന്നുണ്ട്. പക്ഷേ ഇവിടെ സ്ത്രീ എന്ന വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്ന, മാ എന്നാണ്. മാ എന്ന് പറഞ്ഞാൽ അമ്മയാണ്. മാ ഗാരഹി ഥി, അമ്മ പാടുകയായിരുന്നു. ഈ സെൻറ്റൻസ് ഓർമ്മിക്കുക. മാ ഗാരഹി ഥി, അമ്മ പാടുകയായിരുന്നു. കഹാം ഏക്ക് തിയേറ്റർ മേ അല്ലെങ്കിൽ ഏക്ക് ഹാൾ മേ, ഒരു ഹാളിൽ പാടിക്കൊണ്ടിരിക്കുകയാണ്. പാട്ട് സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു വലിയ മാനേജരാണ്, സ്റ്റേജ് മാനേജരാണ്. പൈസയ്ക്ക് വേണ്ടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. മാ ഗാരഹി ഥി, അമ്മ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ മനസ്സിൽ വരും കിസ്കി മാ. അമ്മ എല്ലാവർക്കും അമ്മയാണ്. പക്ഷേ ഇവിടെ കിസ്കി മാ, ചാർലി ചാപ്ലിൻ കി മാ, അമ്മ പാടിക്കൊണ്ടിരിക്കുകയാണ്. പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കൊരു തടസ്സം വന്നു. ആളുകൾ വിചാരിച്ച് മൈക്കിൻ്റെ എന്തോ കുഴപ്പമാണെന്ന്. മൈക്കിനകത്ത് ചില നമ്മൾ പറയും പോലെ കണക്ക് ചില പൊട്ടലും ചീറ്റലും ശബ്ദമൊക്കെ കേൾക്കുന്നു. പാട്ട് ഇടയ്ക്കിടയ്ക്ക് നിൽക്കുന്നു. രുക്കാവട്ട്സ്, ഖരാബി, തടസ്സം ഒക്കെ കേൾക്കുന്നു. പിന്നെയാണ് ആളുകൾക്ക് മനസ്സിലായ മൈക്കിൻ്റെ കുഴപ്പമല്ല, പാടുന്ന ആളിൻ്റെ കുഴപ്പമാണെന്ന്. പക്ഷേ ശ്രോതാക്കൾ, ഓഡിയൻസ് നമ്മുടെ ഇന്ത്യയിലായാലും ലണ്ടനിലായാലും ഒരുപോലെ തന്നെ ഇത് പ്രശ്നമാണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും ലോക് ഷോർ മച്ചാനയിലേക്ക് ആളുകൾ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ആകെ പ്രശ്നമായി. സ്റ്റേജ് മാനേജർ വിഷമത്തിലായി, അമ്മയുമായി വഴക്കായി. ഇതൊക്കെയാണ് ഇതിൻ്റെ ആദ്യ പാരഗ്രാഫ്. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായി കാര്യം പറഞ്ഞു. ഗാത്തെ ഗാത്തെ അചാനക് മാം കി ആവാസ് ഫട്കർ ഫുസ്ഫുസാഹട്ട് മേ ബദൽ ഗയി. പാടിക്കൊണ്ടിരുന്ന അമ്മയുടെ ശബ്ദം, ആവാസ്, മാം കി ആവാസ്, അമ്മയുടെ ശബ്ദം, മാം കാ ശബ്ദ്, ഫുസ്ഫുസാഹട്ട് മേ പിറുപിറുക്കലായിട്ട് മാറി. തബ്ദീൽ ഹോ ഗയി, ബദൽ ഗയി, ചേഞ്ച് എന്നുള്ളതിന് ഉപയോഗിക്കുന്ന വാക്കാണ് തബ്ദീൽ. രണ്ടാമത്തെ വരിയിൽ വന്നിരിക്കുന്ന വാക്ക് തബ്ദീൽ. ഓർമ്മിച്ചോളുക, ഉറുദുവിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ബദൽന, തബ്ദീൽ.
ചിലപ്പോൾ പകരം അർത്ഥം എഴുതാൻ പരീക്ഷയ്ക്ക് ചോദിച്ച് അതിനകത്ത് ഓപ്ഷൻ കാണും, ബദൽ എന്നുള്ള വാക്കാണ്. ബദൽ, മാറ്റം ഉണ്ടായി. തബ്ദീൽ ഹോ ഗയി. ലോഗോं को लगा कि മൈക്ക് में कुछ खराबी हो गई है. ആളുകൾ കരുതിയത് ഈ മൈക്കിൽ എന്തോ തകരാറ് വന്നിട്ടുണ്ടാവും. पर फुसफुसाहट सारी थी. പിറുപിറുക്കലും ശബ്ദവും കൂടിക്കൊണ്ടേയിരുന്നു. ലോഗ് ചില്ലാനേ ലഗേ, ആളുകൾ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. മ്യാവൂ മ്യാവൂ കി ആവാസ്. മ്യാവൂ ആരുടെ ആവാസാ? ആവാസ് മീൻസ് ശബ്ദം. നോക്കൂ, ഏത് രാജ്യത്ത് ചെന്നാലും മ്യാവൂ ആരുടെ ശബ്ദം തന്നെ. ലണ്ടനിൽ കൊണ്ടിട്ടാലും പൂച്ചയുടെ ശബ്ദമാണ്. ഇവിടെ ഗാനമേള കേൾക്കാൻ വന്ന ആളുകൾ പൂച്ചയുടെ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. നമ്മളെ നാട്ടിലാണെങ്കിൽ കുറുക്കന്മാർ കൂവുന്നതൊക്കെ ശബ്ദം ഉണ്ടാക്കും, പട്ടി ഓരിയിടുന്നതൊക്കെ ശബ്ദം ഉണ്ടാക്കും, സഹിക്കാൻ വയ്യാതെ ആളുകൾ ബഹളം ഉണ്ടാക്കും. ഇവിടെ ലണ്ടനിലെ തിയേറ്ററിലും ബഹളം തുടങ്ങി. ഇസ് അഭദ്രശോറിനെ, ഈ ഭദ്രമല്ലാത്ത അശുഭമായ ശബ്ദം അമ്മയെ സ്റ്റേജിൽ നിന്ന് പുറത്താക്കാൻ മാനേജർ നിർബന്ധിതനായി. മസ്ബൂർ കർ ദിയ, സ്റ്റേജിൽ നിന്ന് പുറത്താക്കാൻ നിർബന്ധിതനായി. ഇത് ആദ്യ ഭാഗം ശ്രദ്ധിക്കുക. എക് മാ ഗാ രഹി थी അല്ലെങ്കിൽ മാ കാ ഗാന ചൽ രഹാ था. മൈക്ക് മേ ബീച്ച് മേ ആവാസ് ഫട്ട് ഗയി മീൻസ് മുറിഞ്ഞുപോയി. फुसफुसाहट में बदल गई. लोग चिल्लाने लगे. മാം കോ സ്റ്റേജ് സേ ബാഹർ ജാനാ പട എന്നർത്ഥം. അമ്മയ്ക്ക് സ്റ്റേജിൽ നിന്ന് പുറത്തിറങ്ങി പോകേണ്ടി വന്നു. ചാർലി കോ വ അക്സർ അപ്നെ സാത്ത് തിയേറ്ററിലാത്ത. ഈ ചാർലി എന്ന് പറയുന്ന കുട്ടിയെ ഈ അമ്മ ചിലപ്പോഴെങ്കിലുമൊക്കെ തിയേറ്ററിൽ കൊണ്ടുപോകാറുണ്ട്. ഉസ് പർദേ കെ പീച്ചെ കടാ ഹോക്കർ, പർദേ കെ പീച്ചെ കർട്ടന് പിറകിൽ. പർദ മീൻസ് കർട്ടൻ. നമ്മുടെ ഡോർ കർട്ടൻ ഇട്ടാലും സ്റ്റേജിൽ കർട്ടൻ ഇട്ടാലും തലയിൽ മറച്ചിട്ടാലും എല്ലാം പർദയാണ്. കർട്ടൻ എന്ന അർത്ഥമുണ്ട്, തലയിലെ ശിരോവസ്ത്രത്തൊക്കെ ഉപയോഗിക്കുന്നൊരു വാക്കാണ്. ഈ കർട്ടൻ്റെ പിറകിൽ നിന്ന് ആവാസ് കെ തമാശയ്ക്ക്, ഈ തമാശ കണ്ട് ശബ്ദം കണ്ട് രസിക്കുകയായിരുന്നു നമ്മുടെ ചെറിയ കുട്ടി. മാ അവർ മാനേജർ മേം ബഹസ് ഹോത്തെ ദേക്കർ, അമ്മയും മാനേജറും തമ്മിൽ കലഹമുണ്ടാകുന്ന കണ്ടപ്പോൾ വഹമായ അവൻ അവിടെ വന്നു. കോൻ വഹാമായ? ചാർലി വഹാമായ. മാനേജർ കോ ചാർലി കോ മാം കെ ഉസ് ദോസ്തോं के सामने, മാനേജർ ചാർലി എന്ന് പറയുന്ന കുട്ടി തൻ്റെ കൂട്ടുകാരോടൊപ്പം നിന്ന് ചില കാര്യങ്ങളൊക്കെ നടത്തുന്നതും അഭിനയിക്കുന്നതും അനുകരിക്കുന്നതും ഒക്കെ മാനേജർ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇവനെ സ്റ്റേജിൽ പറഞ്ഞേക്കാൻ മാനേജർ നിർബന്ധിച്ചു, വാശി പിടിച്ചു. മാ ഡർ ഗയി, അമ്മ പേടിച്ചു. 5 साल का लड़का, 5 साल का लड़का. चार्ली चैपलिन कितने साल का लड़का था? 5 साल का लड़का था. हमारे हाथ में कितनी उंगलियां हैं? 5 उंगलियां हैं. और चार्ली चैपलिन कितने साल का लड़का था? 5 साल का लड़का था. पांडव कितने हैं? 5 है. 5 എന്നുള്ള വാക്ക് മറന്നു പോരുത്, അതിനെ ആവർത്തിച്ച് പറയണേ. 5 साल का वह लड़का चार्ली चैपलिन സ്റ്റേജ് पर कैसे आएगा, എങ്ങനെ വരും? ഈ ഭയങ്കര ഉഗ്രമായ ജനക്കൂട്ടത്തെ എങ്ങനെ സഹിക്കും, ഫേസ് ചെയ്യും? മാ ഡർ ഗയി. മാം കെ ഡർനെ കാ കാരണം ക്യാ ഥാ? മാം കെ ഡർനെ കാ കാരണം ക്യാ ഥാ എന്ന് ഒരു മാർക്കിന് ചോദിച്ചാൽ ഈ സെൻറ്റൻസ് നിങ്ങൾ ഇതുപോലെ അങ്ങ് വരച്ചെഴുതി വെച്ചാൽ മതി. പാരഗ്രാഫ് നിങ്ങളുടെ ക്വസ്റ്റ്യനിലുണ്ടാവും, നോക്കി എഴുതിയാൽ മതി. എന്താണ്? 5 साल का बच्चा ഉഗ്ര ഭീഡ് കോ ചേൽ പായേഗ കൈസേ. 5 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി ആ ഭീകരമായ ഇളകിമറിയുന്ന ജനക്കൂട്ടത്തെ എങ്ങനെ കൈകാര്യം ചെയ്യും? बहुत मुबाहिस के बाद अंततः ചാർലി കോ സ്റ്റേജ് पर ले आया. വളരെ വലിയ വാക്ക് തർക്കങ്ങൾക്ക് ശേഷം ചാർലിയെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു. ബജാവ് കെ കുച്ച് ശബ്ദ സെ, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അമ്മ ചില നമ്പറുകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവനെ സ്റ്റേജിലേക്ക് വിട്ടു. തുവാം കെ ഉടുത്തേ ഹുയെ, നമുക്കറിയാം ഗാനമേളകളൊക്കെ ഇപ്പോൾ ഈ സ്റ്റാർ സിംഗർ പാട്ടുകളൊക്കെ കേൾക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്കറിയാം, അവിടെ ഇടയ്ക്കിടയ്ക്ക് ചില പുകയും പിന്നെ കളർഫുള്ളായിട്ടുള്ള ചില രംഗങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നടന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ യവൻ ജേക്ക് ജോൺസൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാട്ട് യവനങ്ങ് ആരംഭിച്ചു. ഓർക്കസ്ട്ര പോലെ പിന്നണിയിലിരിക്കുന്ന ആളുകൾ സാധാരണ ഇന്ന പാട്ടാണ് പാടുന്നതെന്ന് അവർക്ക് മുമ്പേ കൂട്ടി ഒരു അറിയിപ്പുണ്ടാവും. ഇതൊന്നുമില്ലാതെ ഈ പാട്ടവൻ അങ്ങോട്ട് തുടങ്ങിയപ്പോൾ ഈ ഓർക്കസ്ട്രക്കാർ പിന്നണിയിൽ നിൽക്കുന്നവർക്ക് അറിഞ്ഞില്ല ഏത് കട്ട പിടിക്കണം, ഏത് മ്യൂസിക് ഇടണം, എങ്ങനെയൊക്കെ ഒന്നൊന്നും ഒരു ധാരണയില്ല. ഇവരവിടെ കിടന്ന് തപ്പി എടുക്കാൻ അറച്ചു. അവസാനം ഈ സ്വരമൊക്കെ ചേർത്ത് വച്ച് ഒരു ഗാനം അങ്ങോട്ട്, നമ്മളെ മലയാളത്തിൽ പറഞ്ഞ ഒരു അലക്കങ്ങോട്ട് അലക്കി. ആര്? കിത്തനെ സാൽ കാ ലഡ്കാ ഹേ? 5 साल का लड़का ചാപ്ലിൻ സ്റ്റേജ് पर एक मशहूर गीत. പേര് ആരുടെ പാട്ടെന്നൊന്നും നിങ്ങൾ പഠിക്കണ്ട. മഷ്ഹൂർ ഗീത്,
മഷ്ഹൂർ മീൻസ് പ്രസിദ്ധ്. നമ്മൾ ഹിന്ദിയിൽ പ്രസിദ്ധം എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. മഷ്ഹൂർ ഗീത, പേര് കേട്ട ഒരു പാട്ട് പാടി. അവിടെ സ്റ്റേജിലെ പാട്ട് സാധാരണ രീതിയിൽ ഒരു പാട്ട് പൂർണ്ണമാക്കണം. സ്റ്റേജ് पर पैसों की वर्षा हुई, സ്റ്റേജിൽ പൈസ വർഷിക്കാൻ തുടങ്ങി. കൊച്ചുകുട്ടിയുടെ പാട്ടല്ലേ, അതോ ആ കാലഘട്ടത്തിൽ പേര് കേട്ട ഒരു പാട്ടായി ഇവൻ പാടിയിരിക്കുന്നത്. ആളുകൾ സ്റ്റേജിലേക്ക് പൈസ വാരി എറിയാൻ തുടങ്ങി. ബച്ചോർ കർണ വർഷിക്കുക, ബർസിനെ ലഗ പൈസേ. ചാർലിനെ ഗാന രോക്ക് ദിയ. ചാർലി എന്ത് ചെയ്തു? പാട്ട് നിർത്തി. സാധാരണ പാട്ട് പാടിയിട്ട് വേണം നിർത്താൻ. ഇവിടെ പകുതിയായപ്പോൾ ഈ കുട്ടി പാട്ട് നിർത്തി. എന്നിട്ട് അവൻ വിളംബരം ചെയ്തു. ഘോഷണ കർണ, വിളംബരം ചെയ്യുക, അനൗൺസ് ചെയ്തു. മയും പഹലയെ പൈസ ബട്ടോരൂങ്ക, ബാദുമേ ഗാന ഗാവുങ്ക. ഞാൻ ആദ്യം ഈ പൈസ കളക്ട് ചെയ്യും, ബട്ടോറിന കളക്ട് ചെയ്യുക. ആദ്യം ഞാൻ ഈ പൈസ കളക്ട് ചെയ്യും, അതിനുശേഷം ഞാൻ പാട്ട് പാടും. ഈസ് ബാത്തിനെ ഹാൾക്കോ ഹസി കർമേൻ തബ്ദീൽ കർ ദിയ. യവൻ്റെ ഈ സംഭാഷണം സ്റ്റേജിൽ വലിയ ഒരു ചിരിയുടെ വീടാക്കി. ഹസീഖർ, ഖർ എന്ന് പറഞ്ഞാൽ വീടെന്നാ. ഹസീഖർ എന്ന് പറഞ്ഞാൽ ചിരിയുടെ വീട്. നമ്മൾ ചിരിയുടെ കുട കൂടി എന്നൊക്കെ പറയും പോലെയാണ്. കണ്ണീർ മഴയത്ത് ചിരിയുടെ കുട. ഇവിടെയും പറയുന്നുണ്ട്. ഈ ചാർലി ചാപ്ലിൻ തൻ്റെ അനുഭവത്തിലൂടെ ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മഴയത്ത് നടക്കുന്നതാണ് ഇഷ്ടമെന്ന്. ചാർലി ചാപ്ലിൻ പറഞ്ഞു, നിങ്ങൾക്കൊക്കെ മഴയത്ത് നടക്കുന്ന ഇഷ്ടമാണ്, പക്ഷേ നിങ്ങൾ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി മഴയത്ത് നടക്കുന്ന ഇഷ്ടമാണെന്ന് പറയും. ഇവിടെ ചാർലി ചാപ്ലിൻ തൻ്റെ അനുഭവത്തിൽ ഒരിക്കൽ പറഞ്ഞു, എനിക്ക് മഴയത്ത് നടക്കുന്നതായിരുന്നു ഇഷ്ടം. കാരണം എന്താണെന്ന് അറിയാമോ? എൻ്റെ കണ്ണുനീര് മറ്റാരും കാണൂലല്ലോ. അപ്പോൾ ഒരാളിൻ്റെ കണ്ണുനീര് എന്തിനാകാം മറ്റുള്ളവർ കാണുന്നത്? എൻ്റെ ദുഃഖം എന്താണ്, എൻ്റെ ജീവിത പ്രയാസം എന്താണ്, ഞാൻ എന്താണ് എന്ന് മറ്റൊരു ചോദിച്ച് എനിക്ക് സിമ്പതി അല്ലെങ്കിൽ അനുകമ്പ ആരുടെയും ആവശ്യമില്ല എന്നതുകൊണ്ട് എൻ്റെ കണ്ണുനീര് മറ്റുള്ളവർ കാണാതെ ഇരിക്കാൻ എനിക്ക് മഴയത്ത് നടക്കുന്നതാണ് ഇഷ്ടം എന്ന് പറയുമായിരുന്നു. അങ്ങനെ ഇവിടെ ഒരു ചിരിയുടെ വീടാക്കി ആ തിയേറ്ററിനെ. ഇത് പരീക്ഷയ്ക്ക് ഇതുപോലെ ഈ പാരഗ്രാഫ് തന്നിട്ട് നിങ്ങളോട് ചോദിക്കും, ഇതൊരു വാർത്തയല്ലേ? എങ്ങനെ വാർത്ത? ലണ്ടനിലെ ഒരു തിയേറ്ററിൽ, ഞാൻ ലണ്ടൻ എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് വാർത്ത എഴുതാൻ വേണ്ടിയിട്ടൊരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞെന്നാണ്. ലണ്ടനിലെ ഒരു തിയേറ്ററിൽ സബ്സെ ബഡ ഷോമാൻ, ഒരു വലിയ ഷോമാൻ ആയിരിക്കുന്നു ഒരാൾ. എന്താണ്? 5 സാൽ കാ ലഡ്ക, 5 വയസ്സുള്ള കുട്ടി ബഡ കമാൽ കർ ദിയ, ഭയങ്കര അത്ഭുതം സൃഷ്ടിച്ചു. ബഡ കമാൽ കർ ദേന എന്ന് നമ്മളിപ്പോൾ സാധാരണ സംസാരിക്കുമ്പോൾ ആപ്നെ ബഡ കമാൽ കർ ദിയ എന്ന് പറഞ്ഞാൽ അർത്ഥം നീ ഭയങ്കര അത്ഭുതം തന്നെ കാണിച്ചവനെ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു അത്ഭുതം കാണിച്ചു. എന്താണ് യവൻ കാണിച്ച അത്ഭുതം? നമുക്ക് എന്താ നാളെ പത്രത്തിൽ വാർത്ത വരുന്നു, ഒരു ശീർഷകം കൊടുത്തിരിക്കുന്നു. എന്താണ്? 5 സാൽ കാ ലഡ്ക ബഡ കമാൽ കർ ദിയ, 5 വയസ്സുള്ള കുട്ടി ഒരു ഭയങ്കര അത്ഭുതം കാണിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ആളുകൾ പത്രം വായിക്കുമ്പോൾ നോക്കി, എവിടെയായത്? ലണ്ടനിൽ നിന്നാണ്. എന്താണ് സംഭവം? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 1-2 വരികൾ. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതായിരിക്കും, ഈ ലണ്ടനിൽ നടന്ന ഈ സംഭവത്തെക്കുറിച്ച് ഒരു പത്രവാർത്ത അടുത്ത ദിവസം വന്നാൽ എങ്ങനെയായിരിക്കും? ക്വസ്റ്റ്യനിൽ തന്നെ നമ്മുടെ ചോദ്യ പേപ്പറിൽ തന്നെ ശീർഷകം നിങ്ങൾക്ക് കിട്ടും. എന്താണ്? 5 സാൽ കാ ലഡ്ക ബഡ കമാൽ കർ ദിയ, അല്ലെങ്കിൽ ഹസി കർമേ ബദൽ, ഏതെങ്കിലും വാക്യം ശീർഷകം കൊടുത്തിട്ട് സ്ഥലത്തിൻ്റെ പേരും കൊടുത്ത് നമ്മൾ റിപ്പോർട്ട് എഴുതും. എന്താ റിപ്പോർട്ട്? ഇങ്ങനെ തുടങ്ങാം, ഏക് മാം കാ ഗാന ചൽ രഹാ ഥാ, അല്ലെങ്കിൽ മാ ഗാ രഹി ഥി, ബീച്ച് മേ ആവാസ് ഫട്ട് ഗയി, ശബ്ദം നിന്നു, ലോഗ് ചില്ലാനെ ലഗെ, ആളുകൾ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി, മാം കോ സ്റ്റേജ് സെ ബാഹർ ജാനാ പടാ, उसके 5 साल का लड़का चापलिन, चार्ली चापलिन, कितने साल का लड़का है? 5 साल का लड़का स्टेज पर आया, उसने एक मशहूर गीत गाया. स्टेज पर पैसों की वर्षा हुई, स्टेजिൽ പൈസ വർഷിച്ചു. लेकिन लड़के ने क्या किया? बीच में घोषणा की, പാട്ട് പകുതി വെച്ച് നിർത്തിയിട്ട് വിളംബരം ചെയ്തു, മയും പഹലയെ പൈസ ബട്ടോരൂങ്ക ബാദ് മേ ഗാന ഗാവുങ്ക, ഞാൻ ആദ്യം ഈ പൈസ കളക്ട് ചെയ്യും, അതിനുശേഷം ഞാൻ പാട്ട് പാടും. ഈ കാര്യം ആ സ്റ്റേജിൽ ഭയങ്കര ചിരിക്ക് കാരണമാക്കി. അത് നമുക്ക് എഴുതാം. ഹസി ഖർമേം ബദൽ ദിയ, തബ്ദീൽ കർണ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ബദൽ കർണ എന്ന് അർത്ഥം എഴുതുക. അത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, ഓപ്ഷൻ കാണുമ്പോൾ ഓർമ്മിച്ചാൽ മതി. തബ്ദീൽ കർണേക്ക മതലബ് ഹേ ബദൽ കർണ. തബ് തക് മാനേജർ, ഇതിനിടയ്ക്ക് മാനേജർ ഒരു റുമാലുമായിട്ട്, നമ്മൾ റുമാല എന്ന് പറഞ്ഞാൽ പട്ടുറുമാല എന്നൊക്കെ പറയുന്നത് ലേസ് അല്ലെങ്കിൽ കർച്ചീഫ്, തൂവാല എന്നൊക്കെ പറയും, അതുമായിട്ട് വന്ന് പൈസ കളക്ട് ചെയ്യാൻ തുടങ്ങി. സ്റ്റേജിൽ കിടക്കുന്ന പൈസ ഉള്ളിൽ പറക്കാൻ തുടങ്ങി. ചാർലി കോ ലേഗ മാനേജർ കുത് പൈസ ലേഗ, ചാർലിക്ക് തോന്നി മാനേജർ ഈ പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ തോന്നുകയാണ്. ചാർലി ബഹളം ഉണ്ടാക്കി, ആക്ഷൻ കാണിച്ചു. ആളുകളെ മുമ്പിൽ മാനേജർ പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണെന്ന്. വീണ്ടും ചിരി തുടങ്ങി. അവസാനം മാനേജർ റുമാലിൽ കാശുമായിട്ട് സ്റ്റേജിന് പിറകെ പോകുന്നു. ഈ കുട്ടിയും പിറകെ ഓടുന്നു.
അവസാനം ഈ പൈസ അവൻ്റെ അമ്മയെ ഏൽപ്പിച്ചതിന് ശേഷമാണ് അവൻ തിരിച്ച് സ്റ്റേജിലേക്ക് വന്നത്. അങ്ങനെ സ്റ്റേജിൽ വന്നതിന് ശേഷം ആ പാട്ട് ബാക്കിയൂടെ പാടി അവൻ പേരുകേട്ട നടന്മാരെയും പാട്ടുകാരെയും ഒക്കെ അനുകരിച്ചു. എന്തിനു പറയുന്നു? കുറച്ച് സമയം മുമ്പ് തൻ്റെ അമ്മയ്ക്ക് പറ്റിയ അബദ്ധം പോലും, അമളി പോലും, ശബ്ദ ഇടർച്ച പോലും അവൻ ഇവിടെ അനുകരണത്തിന് വിഷയമാക്കി. ആളുകൾ വളരെയേറെ പ്രശംസിച്ചു. അങ്ങനെയാണ് ഒരു സംഭവം. അത് ഒരു വലിയ സംഭവമായിരുന്നു. ലോക താലിയാം ബജാന, ഹിന്ദിയിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്, താലിയാം ബജാന എന്നൊരു പ്രയോഗം വരും. താലിയാം ബജാന നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന താലിയാമല്ല. താലിയാം ബജാന എന്ന് പറഞ്ഞാൽ കൈകൊട്ടുക. അതുപോലെ തന്നെ ഈ താരീഫ് കർണ എന്നൊരു പ്രയോഗം തൊട്ടടുത്ത് വന്നിട്ടുണ്ട്. താരീഫ് കർണ മറന്നു വരുന്നത്. ഈ പാരഗ്രാഫ് തന്നാൽ പകരം അർത്ഥം എഴുതാൻ ചോദിക്കുന്നൊരു വാക്കാണ് താരീഫ് കർണ. നമ്മുടെ ഈ പാരഗ്രാഫാണ് പരീക്ഷയ്ക്ക് തരുന്നതെങ്കിൽ നിങ്ങളോട് എടുത്ത് ചോദിക്കും. താലിയാം ബജാന ചോദിക്കാൻ സാധ്യതയില്ല, താരീഫ് കർണ ചോദിക്കും. करने का मतलब है प्रशंसा करना, तारीफ करने का मतलब है प्रशंसा करना, तब्दील करने का मतलब है बदलना. ചിലപ്പോൾ പകരം അർത്ഥം എഴുതാൻ ചോദിക്കും. ആളുകൾ പ്രശംസിച്ചു, കൈയടിച്ചു, സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന കുട്ടിയെ അഭിനന്ദിച്ചു. അമ്മയെയും വളരെയേറെ പറഞ്ഞു, ഇങ്ങനെ ഒരു മകനെ ജന്മം നൽകിയാൽ നിങ്ങളും ധന്യയാണെന്നൊക്കെ പറഞ്ഞ് ആശംസിക്കുകയൊക്കെ ചെയ്തു. ഇത് അമ്മയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. ഇത് ഒരു ഭാഗമെടുത്ത് പത്രവാർത്ത ചോദിക്കാനാണ് ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യം പുസ്തകത്തിലാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ നമുക്കറിയാമല്ലോ, ഇങ്ങനെയുള്ള ദിവസങ്ങൾ തീർച്ചയായിട്ടും ഈ അമ്മയെ സംബന്ധിച്ചൊരു വിശേഷാനുഭവമായിരിക്കുമല്ലോ. തനിക്ക് ഒരുപാട് ജീവിതത്തിൽ ദുഃഖവും സന്തോഷവും നൽകിയൊരു ദിവസമാണല്ലോ. എന്താണ് ദുഃഖത്തിന് കാരണം? പാട്ട് ഇടയ്ക്ക് നിന്ന് പോയതും സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്ന ദുഃഖം. എന്താണ് സന്തോഷത്തിന് കാരണം? തൻ്റെ 5 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി സ്റ്റേജിൽ വരികയും ആ പാട്ടിലൂടെ ജനങ്ങളെ മൊത്തം ആകർഷിക്കുകയും ചെയ്ത, അല്ലെങ്കിൽ പ്രശംസയ്ക്ക് പാത്രമാക്കി തീർത്ത, തൻ്റെ അഭിമാനത്തെ രക്ഷിച്ച കേവലം 5 വയസ്സുള്ള കുട്ടിയുടെ ജീവിതാനുഭവം ഒക്കെ അമ്മ അന്ന് വൈകുന്നേരം വളരെ ഹൃദയസ്പർശിയായി അനുഭവത്തോടെ ഒരു ഡയറിയിലേക്ക് നമ്മൾ ഓർമ്മിക്കുക. നമ്മുടെ പാഠപുസ്തകത്തിലെ ഈ പാഠഭാഗത്ത് ഏറ്റവും സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഡയറി എഴുതുക. ആരെഴുതുന്ന ഡയറിയാണ്? മാം കി ഡയറി. കിസ്കി മാം കി ഡയറി? ചാർലി കി മാം കി ഡയറി എഴുതുക. ഇല്ലെങ്കിൽ എന്താ സാധാരണ ചോദിക്കുന്ന? ഡയറി അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചോദിക്കാം പത്ര. എന്താണ് പത്രം എന്ന് പറഞ്ഞാൽ അർത്ഥം? കത്ത്, ചിട്ടി, ഇങ്ങനെ ഒരുപാട് വാക്കുകൾ നമ്മൾ കേൾക്കും. കത്ത്, ചിട്ടി, പത്ര. ആരാ കത്തെഴുതുന്നത്? ചാർലി കി മാ, അമ്മ. എന്തിനാ കത്തെഴുതുന്നത്? തൻ്റെ ജീവിതത്തിലെ ഇന്നത്തെ അനുഭവം. ആർക്കാ കത്തെഴുതുന്നത്? തൻ്റെ സഹേലിക്ക്, കൂട്ടുകാരിക്ക്. മറന്നു പോകരുത്, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ബുക്കിലെറ്റുകൾ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുക ഈ ചോദ്യം. സഹേലി, കൂട്ടുകാരിക്ക്. പ്രിയ സഹേലി, ഏറ്റവും പ്രധാനപ്പെട്ട മിത്രത്തിന്, കൂട്ടുകാരിക്ക് തൻ്റെ ഇന്നത്തെ ജീവിതത്തിലെ അനുഭവം പങ്കുവയ്ക്കുന്നു. നിങ്ങളായാൽ പറയൂലേ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവം ഉണ്ടായാൽ? ഇവിടെ ചാർലിയുടെ അമ്മ തൻ്റെ കൂട്ടുകാരിക്ക് കത്തെഴുതി അറിയിക്കുന്നു എന്താണ് ഇന്ന് നടന്ന അനുഭവത്തെക്കുറിച്ച്. 4 മാർക്കിന് ചോദിക്കുന്നെങ്കിൽ ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. ഒന്ന്, ചാർലിയുടെ അമ്മ തൻ്റെ കൂട്ടുകാരിക്ക് എഴുതുന്ന കത്ത്, ചാർലിയുടെ അമ്മ അന്നത്തെ അനുഭവത്തോടെ എഴുതുന്ന ഡയറി, ഇല്ലെങ്കിൽ ആദ്യ ഭാഗത്ത് മാനേജരും അമ്മയും തമ്മിലുള്ള തർക്കം, സംഭാഷണമായിട്ട് ഒക്കെയാണ് 4 മാർക്കിനുള്ള ചോദ്യങ്ങൾ. കൂടാതെ ഇതുപോലെ ചില ഒബ്ജക്റ്റീവ് ചോദ്യം, പത്രവാർത്ത പറഞ്ഞു ഞാൻ നേരത്തെ. നമുക്ക് ഡയറിയിലേക്ക് പിന്നെ വരുന്നതിന് മുമ്പ് ലാസ്റ്റ് പാരഗ്രാഫോടെ ഒന്ന് വായിച്ചേക്കാം. ചാർലിനെ जनता में गुदगुदी फैला दी, उसके बाद दर्शकों से बातचीत की, नृत्य किया, अपने माँ सहित कई गायकों की नकल उतारी. നമ്മളത് വലിയ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമൊന്നുമല്ല. അമ്മ ഈ ചാർലി ചാപ്ലിൻ സ്റ്റേജിൽ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചു. ഒരുപാട് ദർശകന്മാർ അവിടെ ഇരിക്കുന്ന ഓഡിയൻസുമായിട്ടൊക്കെ സംഭാഷണം നടത്തി. അല്ലേ, നമുക്ക് ഗാനമേളയൊക്കെ കേൾക്കാനൊക്കെ പോകുമ്പോഴൊക്കെ നമ്മുടെ ഈ പാട്ടുകാർ നമ്മളോട് സംവദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നൂലേ? അങ്ങനെ സംവദിച്ചു, നൃത്തം ചെയ്തു. ഒരു അമ്മ, ഈ കഴിഞ്ഞ നേരത്തെ അമ്മയ്ക്ക് പറ്റിയ അബദ്ധം പോലും അവൻ എന്ത് ചെയ്ത്? നക്കലുദാരി. അത് മറന്നു പോരുത്, നക്കലുദാരണ. നമ്മുടെ വിദേശ ഭാഷയിൽ നിന്ന് ഹിന്ദിയിലേക്ക് ഉപയോഗിച്ച് നമ്മൾ മലയാളത്തിൽ എടുക്കുന്ന ഒരു വാക്കാണ് ഈ നക്കലെടുക്കുക എന്ന് പറയുന്നത്. ഓർമ്മിക്കുക, നമ്മൾ ഈ പ്രമാണത്തിൻ്റെയൊക്കെ പതിപ്പെടുത്തുകൊണ്ട് വരാൻ പറയും, നക്കലെടുത്തുകൊണ്ട് വരാൻ പറയും. ഇത് നമ്മുടെ വിദേശ വാക്കിൽ നിന്ന് വന്നതാണ്. ഇതിൻ്റെ അർത്ഥം അനുകരിക്കുക, കോപ്പി എടുക്കുക, കോപ്പി അടിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും അനുകരൺ കർണ. അനുകരിക്കുക എന്ന വാക്കിന് പകരം നമുക്ക് ഹിന്ദിയിൽ ഏത് ഉപയോഗിക്കാം? നക്കൽ കർണ, വിദേശ വാക്ക് ഉപയോഗിക്കാം. നക്കൽ കർണയിലേക്ക് അനുകരിച്ചു. മാസൂമിയത്തുമേൻ തോടീതർ. എന്തിനു പറയുന്നു? ഒരു നിഷ്കളങ്ക മനോഭാവത്തോടെ. അല്ലെങ്കിൽ സ്വന്തം അമ്മയെ ആരെങ്കിലും പരിഹസിക്കുമോ?
ആ അമ്മയുടെ വിഷമം അറിയണ്ടേ? പക്ഷെ കുട്ടിക്ക് അതുവല്ലോ അറിയാമോ? നിഷ്കളങ്കതയോടെ കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് തൻ്റെ അമ്മയ്ക്ക് പറ്റിയ അബദ്ധം പോലും ഇവിടെ അനുകരണത്തിന് വിഷയമാക്കി. ലോകോമീൻ ടഹാക്കൊങ്കി ഹിസേദാരി ഹുയി, സ്റ്റേജ് പർ ജംകർ പൈസേ ബർസേ, ആളുകളിൽ വാർത്തട്ട ചിരി തുടങ്ങി, സ്റ്റേജിൽ പൈസ വർഷിക്കാൻ തുടങ്ങി. जब माँ उसे लेने आई तो दर्शकों ने देर तक खड़े होकर तालियां बजाई. അമ്മ കുട്ടിയെ എടുക്കാൻ വന്നപ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൈയടി തുടങ്ങി. താലിയാം ബജാന, കൈ കൊട്ടിച്ചിരിക്കുക, കൈ കൊട്ടുക. കൈ ലോകോനെ മാം കെ ഹാത്ത് മിലാക്കർ, ധാരാളം ആൾക്കാർ അമ്മയുടെ കൈ കൊടുത്ത് ഉസ്കെ താരീഫ് കീ, താരീഫ് കർണ, പ്രശംസിക്കുക. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും, ഈ പാരഗ്രാഫ് വന്നാൽ ഈ വാക്ക് താഴോട്ട് എഴുതിയിട്ട് അവർ ചോദിക്കും താരീഫ് കർണേക്ക മതലബ് ക്യാ ഹെ. ഓപ്ഷൻ ബ്രാക്കറ്റിൽ ഉണ്ടാവും പ്രശംസ കർണ, നിന്ദ കർണ, ഷോർ മച്ചാന, എന്തെങ്കിലുമൊക്കെ തരും. പക്ഷേ ഏത് ഉത്തരം തന്നെ എഴുതണം? പ്രശംസ കർണ എന്ന ഉത്തരം എഴുതണം. ചാർലി സ്റ്റേജ് പർ പഹലി ബാർ ആയ അവർ മാ ആഖിരി ബാർ. ആദ്യമായി ചാർലി കിത്തനെ സാൽ കാ ലഡ്കാ ഹെ? ഞാൻ ആവർത്തിച്ച് പറയാണ്, 5 साल का लड़का है. 5 साल का लड़का സ്റ്റേജ് പർ പഹലി ബാർ ആയ അവർ മാ ആഖിരി ബാർ, അമ്മയുടെ അവസാനത്തെ സ്റ്റേജും. ദുനിയാക്കെ സബ്സെ ബഡേ ഷോമാൻ, ലോകത്തെ ഏറ്റവും വലിയ ഹോളിവുഡ് സിനിമകളിലൊക്കെ തരംഗമായി തീർന്ന ഒരു കാലഘട്ടത്തിൽ സിനിമ അടക്കി വാണിരുന്ന അദ്ദേഹത്തിൻ്റെ ജന്മമാണിവിടെ. അയാളുടെ ജനിച്ചു എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വാക്യം എന്താ? ഉസ്നെ ജന്മിലിയാധ എന്ന് പറഞ്ഞാൽ അവൻ ജനിച്ചു എന്നാണ്. അവൻ ഇപ്പോഴാണ് ജനിച്ചത്? അല്ല, ഒരു കലാകാരൻ ജനിച്ചു. ഇവിടെ ഒരു കലാകാരൻ ജനിച്ചു. ആരാണ് ആ കലാകാരൻ? ചാർലി നാമക്ക് 5 ലഡ്ക കലാകാർ കെ രൂപേ ഉസ്കാ ജന്മ ഹുവ. ഇവിടെ അതാണ് എൻ്റെ വിഷയം. ഈ പാരഗ്രാഫ് ഞാൻ എന്തിനു വായിച്ചു എന്ന് ചോദിച്ചാൽ, ഈ പാരഗ്രാഫ് ഇതുപോലെ തന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ച് 4-5 വരി തന്നിട്ട് ഇതൊക്കെ വരുന്ന വരികൾ തന്നിട്ടായിരിക്കും നിങ്ങളോട് എന്ത് ചോദിക്കുന്ന? പത്രലേഖനം ചോദിക്കുന്ന, കത്തെഴുതാൻ. നിങ്ങൾക്ക് ഒരുപാട് സെൻറ്റൻസുകൾ ഇതിനകത്തുനിന്ന് പകർത്തി വെച്ചാൽ മതി. പക്ഷേ ഒരു ഇൻട്രൊഡക്ഷൻ വേണം. സ്ഥലവും തീയതിയും വയ്ക്കണം. പകരം സ്ഥാൻ താരീഖ് എന്ന് വയ്ക്കും. നമ്മൾ പ്ലേസ് ഡേറ്റ് എന്ന് വയ്ക്കും പോലെ പബ്ലിക് പരീക്ഷയ്ക്ക് സ്ഥലം വയ്ക്കൂല, നമ്മൾ സ്ഥാൻ താരീഖ് വയ്ക്കും. പ്രിയ മിത്ര എന്ന് സംബോധന ചെയ്യും, അല്ലെങ്കിൽ പ്രിയ സഹേലി എന്ന് സംബോധന ചെയ്യും. ഇൻട്രൊഡക്ഷൻ എഴുതും, തും കൈസി ഹോ, കുശൽ സേഹന, കർമ്മേ സബ് ടീഖേന. ഇങ്ങനെയൊക്കെ കൂട്ടുകാരോട് നമ്മൾ സുഖം തന്നെയല്ലേ, വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ, അച്ഛനും അമ്മയ്ക്കൊക്കെ എങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഒന്ന് ചോദിക്കും. അത് സ്ഥിരം കത്തുകളിൽ നിങ്ങൾക്ക് ഈ ബുക്ക്ലെറ്റുകൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷമാണ് ഇന്നത്തെ ഒരു വിശേഷ കാര്യം നിന്നോട് പങ്കുവയ്ക്കാനെന്ന് പറഞ്ഞ് കത്ത് തുടങ്ങുന്നത്. ആജേക്ക് വിശേഷ ബാത്ത് ഹുയി. ഞാൻ പറയുന്ന ഹിന്ദി ആണെങ്കിലും മലയാളം പോലെ തന്നെ. ആജേക്ക് വിശേഷ ബാത്ത് ഹുയി, മേരെ ജിൻമേ ഏക് അവിസ്മരണീയ ഘടന ഹെ മേരെ ജീവൻ മേ. മേരാ ഏക് ഗാന ചൽ രഹാ ഥാ തിയേറ്റർ മേ, ബീച്ച് മേ ആവാസ് ഫട്ട് ഗയി. നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ. ലോഗ് ചില്ലാനെ ലഗേ, മുझे സ്റ്റേജ് സെ ബാഹർ ജാനാ പടാ. മേരെ 5 साल का लड़का ചാപ്ലിൻ മാനേജർ കി ഹഡ് സെ പ്രേരണ സെ സ്റ്റേജ് പർ ആയ, ഉസ്നെ ഏക് മസ്ഹൂർ ഗീത് ഗായ. അവനൊരു ഫേമസ് ആയിട്ടുള്ള പാട്ട് പാടി. ലോഗ് താലിയാം ബജാനയിലേക്ക് ആളുകൾ കൈകൊട്ടി, പ്രശംസ കർണയിലേക്ക് പ്രശംസിച്ചു. ഇസ്ലിയെ മേരെ ജീവൻ മേ ആജ് ഏക് അവിസ്മരണീയ ദിൻ ഹെ എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരിക്ക് കത്തെഴുതുന്നു. എന്നിട്ട് കൺക്ലൂഡ് ചെയ്യുന്നു, അബ് ബതായെ ആപ്കി ക്യാ വിശേഷത, ഇനി പറയൂ നിനക്ക് എന്തൊക്കെയുണ്ട് വിശേഷതകൾ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആപ്കി പ്രിയ സഹേലി, നിൻ്റെ കൂട്ടുകാരി എന്ന് പറഞ്ഞുകൊണ്ട് കത്തെഴുതാം, അവസാനിപ്പിക്കാം. മോഡലുകൾ നിങ്ങൾ നോക്കി വെച്ചേക്കണം. പക്ഷേ പോയിൻറ്റ്സ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എങ്ങും നിങ്ങൾ ശൂന്യതയിൽ നിന്ന് കൊണ്ടുവരണ്ട. ഈ കത്തിൻ്റെ വരികളൊക്കെ പലപ്പോഴും നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാരഗ്രാഫിൽ 10ാം ക്ലാസ്സിൻ്റെ ചോദ്യ പേപ്പറുകൾ നിങ്ങൾ പഴയത് ഏതെങ്കിലും കിട്ടിയാൽ നിങ്ങളൊന്ന് മറിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ശൂന്യതയിൽ നിന്ന് ഒരു ചോദ്യം ഇപ്പോൾ ചോദിക്കാറില്ല. പാഠത്തിൻ്റെ ഒരു സ്റ്റെം അഥവാ പാരഗ്രാഫ് തന്നിട്ടാണ് നിങ്ങളോട് താഴെ ചോദ്യം ചോദിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മുകളിലോട്ടൊന്ന് നിങ്ങൾ നോക്കിയാൽ മാത്രം മതി. നോക്കാത്തതാണ് കുഴപ്പം. നോക്കിയാൽ നിങ്ങൾ കണ്ടെത്താം. ഈ വാക്കവിടെ കാണും, താരീഫ് കർണ. അപ്പോൾ ഞാൻ പറഞ്ഞ ഓർമ്മ വേണം, പ്രശംസ കർണ, തബ്ദീൽ കർണ, ബദൽന, ഇങ്ങനെയുള്ള വാക്കുകൾ അവിടെ ഉണ്ടാവും. അതെടുത്തെഴുതാം. പിന്നെ എന്തെങ്കിലും വാക്ക് താണ്ട് മാ ഗാരഹീധി, ഇതൊക്കെയാണ് നമ്മളെ ടെൻസ് എന്ന് പറയുന്നത്. മാ ഗാരഹീധി, ഈ മാ എന്നുള്ളതിന് പകരം ബേട്ടയാക്കിയാലോ? നമുക്കറിയാലോ, നേരത്തെ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ബേട്ടയാക്കിയാൽ രഹീധി എന്നുള്ള മാറ്റി എന്താക്കുന്നു? രഹാഥ. നമ്മൾ ഹിന്ദിയിൽ സിമ്പിളായിട്ടുള്ള കാര്യം എഴുതാണ്ടോ, ഈ വാക്കിൻ്റെ കൂടെ വരുന്ന ആ അടയാളം എന്ന് പറയുന്നത് പുല്ലിംഗത്തെ കാണിക്കുകയാണ്. അതിനെ ഈ അടയാളമാക്കിയാൽ എന്താവും? സ്ത്രീലിംഗമാവും. ഇത് ഹിന്ദിയിൽ ഒരു സാമാന്യ പരിചയം കൊണ്ട് മനസ്സിലാക്കുക. ബേട്ട ബേട്ടിയായി, അപ്പോൾ രഹ എന്തായി? രഹിയായി.
ഠ എന്തായി? ധീയായി. ഇത് ധാതുവാണ്, ഇതിന് സ്ത്രീലിംഗ പുല്ലിംഗ ഇല്ല, അതങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ ബേട്ടി ഗാരഹീതി, മാ ഗാരഹീതി, ബേട്ട ഗാരഹാഥ. ഇതൊക്കെയാണ് വ്യാകരണ ഇച്ചിരി കാര്യങ്ങളെ ചോദിക്കുകയുള്ളൂ. ആ വ്യാകരണം ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അത് നമ്മൾ ഈ ഹിന്ദിയിൽ നമ്മൾ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഇതുപോലെ തന്നെ ക, കെ, കി ഇതുപോലെ ചില വിഭക്തി പ്രത്യയങ്ങൾ കാണും. ഇത് കണ്ടാൽ എപ്പോഴും മനസ്സിലാക്കണം ഇത് പുല്ലിംഗ ശബ്ദമാണ്, ഇത് കണ്ടാൽ മനസ്സിലാക്കണം ഇത് പുല്ലിംഗ ബഹുവചനമാണ്, ഇത് കണ്ടാൽ മനസ്സിലാക്കണം ഇത് സ്ത്രീലിംഗമാണ്. മൂന്നിനും ഒരേ അർത്ഥമാണ്. നമ്മൾ ഹിന്ദി ക്ലാസ്സിൽ ഏറ്റവും ശ്രദ്ധിക്കണം. അത് പിന്നെ ഒരു സന്ദർഭത്തിൽ നമുക്ക് പറയാം. ഇവിടെയൊക്കെ നമ്മൾ ഈ സ്ത്രീലിംഗ പുല്ലിംഗം ഒന്ന് ശ്രദ്ധിക്കുക, രഹാഥ രഹീതി എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ പാഠം നമ്മൾ വളരെ സിമ്പിളായിട്ട് 5 साल का लड़का, അത് മാത്രം മറന്നു പോകരുത്. 5 ഈ വാക്കൊന്ന് നിങ്ങൾ പല പ്രാവശ്യം എഴുതി പഠിക്കണം. ചാർലി എന്നെങ്കിലും, ചാപ്ലിൻ ഇല്ലെങ്കിലും വേണ്ടില്ല. ചാർലി कितने साल का लड़का है? 5 साल का लड़का है. സ്റ്റേജ് पर आया, गाना गाया, नकल किया, नृत्य किया, ലോകോനെ പ്രശംസാക്കി. ഇങ്ങനെ 3-4 വരികളെങ്കിലും പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും എഴുതാൻ പറ്റും. ഈ പാഠമൊന്നും ഒഴിവാക്കിക്കൊണ്ടൊരു ചോദ്യമില്ല. പ്രധാനപ്പെട്ട പാഠമാണ്. നിങ്ങൾക്ക് പരീക്ഷിക്കുന്നതിനകത്തൊന്ന് മാർക്ക് കിട്ടാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അത്ര സിമ്പിളാണ് ഇത് സംഭവം. നമ്മളൊരു തിയേറ്ററിൽ ഒരു ഗാനമേള നടക്കുന്നു, മൈക്ക് തകരാറാകുന്നു, പിന്നെ അമ്മയെ സ്റ്റേജിൽ നിന്ന് അല്ലെങ്കിൽ പാട്ടുകാരിയെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നു, മാനേജർക്ക് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി ഒരു കൊച്ചു കുട്ടിയെ വിളിച്ചുകൊണ്ട് വരുന്നു, അവൻ ആ സ്റ്റേജ് കൈയടക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ നടക്കാം ആ ഒരു സംഭവത്തെ. പക്ഷേ ഈ പയ്യനെന്ന് പറയുന്നത് പിന്നീട് ലോകപ്രശസ്തനായി തീർന്ന ചാർലി ചാപ്ലിനാണെന്ന് അറിയുന്നതാണ് ഇതിൻ്റെ കൗതൂകലത. അത് അവൻ്റെ ഫസ്റ്റ് സ്റ്റേജും അമ്മയുടെ അവസാനത്തെ സ്റ്റേജും ആയിരുന്നു എന്ന് മനസ്സിലാക്കുക. അതുതന്നെ ലാസ്റ്റ് പാരഗ്രാഫിൽ ആ വരി തന്നെ എടുത്തിട്ട് ദുനിയാ കെ സബ്സെ ബഡെ ഷോമാൻ കാ പഹലാ ഷോ എന്ന് തന്നിട്ട് പത്രവാർത്ത ചോദിച്ചാലും ഈ സംഭവം തന്നെ എഴുതി വെച്ചാൽ മതി. അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് കൂടുതൽ സ്കോറുകൾ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് അടുത്ത സൈഡിലേക്ക് നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇവിടെ ഈ ഒന്നാമത്തെ വരി തന്നെ നിങ്ങൾക്ക് 38ാമത്തെ പേജ് നോക്കുമ്പോൾ ദുനിയാ കെ സബ്സെ ബഡെ ഷോമാൻ കണ്ടോ, പകലാ ഷോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. റിപ്പോർട്ട് തയ്യാറാക്കുക. എന്താ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പത്ര റിപ്പോർട്ട് തയ്യാറാക്കുക. അതാണ് ഞാനിവിടെ വന്നപ്പോഴേ പറഞ്ഞത്, ആദ്യമേ പറഞ്ഞതാ പത്ര റിപ്പോർട്ട്. അതിൻ്റെ പോയിന്റ് വരെ ആ ബോക്സിനകത്ത് കിടപ്പുണ്ട്. എന്താണ് റിപ്പോർട്ട്, ആരാണ്, എന്ത് സംഭവിച്ചു, എവിടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത എഴുതുന്നതാണ്. പിന്നെ ഈ വ്യാകരണം ഇത് വലിയ ഇമ്പോർട്ടൻ്റ്. ലോക് ചില്ലാനേ ലഗേ, ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, ആളുകൾ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. അതുപോലെ മാ ഗാനേ ലഗി, ചില്ലാനേ ലഗേ, ആളുകൾ സബ്ജക്റ്റ് ഒന്നിൽ കൂടുതൽ ഉണ്ടായിട്ട് ലഗേ. എന്നാൽ ലോകം എന്നുള്ളതിന് പകരം അവിടെ മാ എന്ന് വാക്യം തുടങ്ങിയാൽ ലാസ്റ്റിൽ ലഗി ആവും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം, ലഗി. ഇനി ഒരാളെ ഉള്ളതാ. 3ാമത്തെ വരി നോക്കൂ, വഹ് ഉസേ സ്റ്റേജ് പർ ഭേജനേക്ക് ജിദ് കർണേ ലഗ. 3ാമത്തെ വാക്യം തുടങ്ങുന്നത് വഹ് എന്നാണ്. വഹ് എന്ന് പറഞ്ഞാൽ സിംഗുലർ, ഒരാളേ ഉള്ളൂ. വഹിലെടുക്കുക, 5 साल का ലടുക്കുക. ആ 5 വയസ്സുള്ള കുട്ടി ആയതുകൊണ്ട് ലഗ എന്ന് എഴുതിയാൽ മതി ലാസ്റ്റിൽ. അതൊക്കെ ചിലപ്പോൾ മാറ്റി എഴുതാനായിട്ട്. ഇനി വഹിന് പകരം മാ എന്ന് തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് അമ്മ. ലഗ എന്നുള്ള എന്താവും, ലഗി എന്നാവും. ഈ പാഠത്തിലൊരു വ്യാകരണമാണ് ലഗ ലഗി. ആരംഭിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം, തുടങ്ങുക എന്നാണ് ലഗ ലഗി. അപ്പോൾ അത് വന്നാൽ അങ്ങനെ എഴുതണം. ഈ പാഠത്തിൽ നിന്ന് പ്രധാനമായിട്ട് അത്രയും കാര്യങ്ങളെ ചോദിക്കുകയുള്ളൂ. പിന്നെ പത്ര റിപ്പോർട്ടും ഈ ഡയറിയും കത്തും. അതിനകത്ത് നമ്മൾ പത്ര റിപ്പോർട്ട് വളരെ സിമ്പിളായിട്ട് ശീർഷക തന്നെ അവർ ചോദ്യത്തിലുണ്ടാവും. സ്ഥലത്തിൻ്റെ പേരുമൊക്കെ എഴുതി റിപ്പോർട്ടായിട്ട് ആദ്യ പാരഗ്രാഫിലുള്ള കുറേ വാക്യങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നതന്നെ അതുപോലെ പകർത്തി എഴുതാം. കാരണം ജീവനി ആയതുകൊണ്ട് റിപ്പോർട്ട് മോഡലിലാണ് പാഠം തന്നിരിക്കുന്നത്. അതുകൊണ്ട് വലിയ വാക്യവ്യത്യാസമില്ലാതെ എഴുതാൻ പറ്റും. ഇനി കത്തെഴുതുമ്പോഴും ഡയറി എഴുതുമ്പോഴും എഴുതേണ്ടത് ലേഖകനല്ല ഡയറി എഴുതുന്നത്, പകരം എഴുതുന്ന ആരാണ്, ഇതിലെ ഒരു കഥാപാത്രമാണ്. പ്രത്യേകിച്ചും ചാർലി ചാപ്ലിൻക്ക് അമ്മയാണ്. അതുകൊണ്ട് അമ്മയായാലും ആരായാലും നമ്മളാണെന്നും പറഞ്ഞ് എഴുതണം. എപ്പോഴും ഓർമ്മിക്കുമ്പോൾ ഡയറി എഴുതുന്നത് ലേഖകനായാലും കഥാപാത്രമായാലും നമ്മളാവും. അപ്പം മൈമെന്ന് തുടങ്ങും നമ്മളെല്ലാം. മൈമെന്ന് പറഞ്ഞാൽ ആരാണ്, അമ്മയെന്നൊരു വാക്ക് അവിടെ വരില്ല. മൈമെന്ന് പറഞ്ഞാൽ അമ്മയല്ലേ ഡയറി എഴുതുന്നത്. അപ്പോൾ ഡയറി എഴുതുമ്പോൾ ഞാനെന്നും പറഞ്ഞാണ് ഡയറിയിൽ പറയുന്നത്. എൻ്റെ ഇന്നത്തെ മേരേ ജീവൻ കാ ഏക അവിസ്മരണീയ ദിൻ, എൻ്റെ ജീവിതത്തിലെ ഒരു അവിസ്മരണീയമായ ദിവസം. മുझे आज बड़ा दुख हुआ, എനിക്ക് വലിയ ദുഃഖമുണ്ടായി. കാര്യം എന്താ, നമ്മൾ ആ അമ്മയുടെ മനോഭാവം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ തന്നെയാണ് ഡയറി എഴുതുന്നത്. അത് ഡയറിക്ക് നമുക്ക് മാർക്ക് തരുന്നതൊക്കെ അങ്ങനെയാണ്. അതിൻ്റെ ഒരു ഭാഷാ ശൈലിയുണ്ട്. ഞാൻ, എൻ്റെ ദുഃഖം, എൻ്റെ പ്രശ്നം, അങ്ങനെ പറഞ്ഞുകൊണ്ട് വേണം. അതുപോലെ പത്രലേഖനം എഴുതുമ്പോഴും കത്തെഴുതുമ്പോഴും ഞാനാണ്, അമ്മ ഞാനാകുന്നു.
ഞാനാണ്, നമ്മൾ എഴുതുന്ന ആളാണ് അമ്മയുടെ ദുഃഖം എഴുതുന്നത്. അതുകൊണ്ട് അവിടെയും മുझे आज एक दुख का दिन है, अविस्मरणीय दिन है, आज एक स्टेज शो चल रहा था, മേരി ആവാസ്. ആവാസ് ഞാൻ ആദ്യം ഒന്ന് അർത്ഥം പറഞ്ഞു, ശബ്ദം എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ മേരാ ശബ്ദം എന്ന് പറഞ്ഞാണ്. അപ്പോൾ എന്ത് പറയണമെന്ന് ആലോചിക്കുകയാണ്. ഞാൻ അവിടെ ഒന്ന് അറച്ചിട്ട് പറഞ്ഞ മേരാ ശബ്ദ്. ആവാസ് എന്ന് പറയണമെങ്കിൽ ഞാൻ ഉടനെ എന്ത് പറയണം? മേരി ആവാസ്. ആവാസ് സ്ത്രീലിംഗമാണ്, ശബ്ദ് പുല്ലിംഗമാണ്. രണ്ടിനാണ്. ഹിന്ദിയിൽ നമ്മൾ മേരി ആവാസ് സുനോ, എൻ്റെ ശബ്ദം കേൾക്കൂ. ആപ്കി ആവാസ്, നിങ്ങളുടെ ശബ്ദം. അപ്പം മാം കി ആവാസ്. പക്ഷേ ഇവിടെ പിന്നെ അമ്മയുടെ ശബ്ദമാണ്. അമ്മ ഡയറി എഴുതുമ്പം മാം കി ആവാസ് എന്ന് പറഞ്ഞുകൂടെ, ഡയറിയല്ലേ എഴുതുന്നത്? മേരി ആവാസ്. മേരി ആവാസ് പട്ടിക, എൻ്റെ ശബ്ദം ഇടറി. ഇനി മാം കാ ബേട്ട, അമ്മയുടെ മകനാണ് കയറി വന്നത്. ഡയറി എഴുതുമ്പോൾ മേരാ ബേട്ട സ്റ്റേജ് പറായ. ഭാഷാ ശൈലി മാറുകയാണ്. മേരാ ബേട്ട സ്റ്റേജ് പറായ, എൻ്റെ മകൻ സ്റ്റേജിലേക്ക് വന്നു. ഇത് തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഏത് സന്ദർഭം വെച്ചിട്ട് ഡയറി എഴുതാം. ഇപ്പോൾ കലാം എന്ന് പറയുന്ന കുട്ടി നിങ്ങളൊരു പാഠത്തിൽ ഡയറി എഴുതി. കലാം ഡയറി എഴുതി, മയും ദില്ലിമേ ആയ, ഞാൻ ഡൽഹിയിൽ വന്നു. കലാം എന്നെന്ന് പറഞ്ഞാൽ ഡയറി ആവില്ല, അത് ജീവനിയാവും അല്ലെങ്കിൽ റിപ്പോർട്ടാവും. വേറെ ആളോട് റിപ്പോർട്ട് ചെയ്യാം. പക്ഷേ ഡയറി എഴുതുമ്പോൾ എന്ത് പറയണം? മയും ദില്ലിമേ ആയ, മയും കലാം സേ മില, മേര അവിസ്മരണീയ ദിൻ ഹെ. അതേ ശൈലി തന്നെ ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നു. മേരാ ബേട്ട സ്റ്റേജ് പറായ, വഹ ഏക്ക് ഗാന ഗായ, അവനൊരു പാട്ട് പാടി. ആര്? എൻ്റെ മകൻ. മാനേജർ മുझे സ്റ്റേജ് സേ ബാഹർ ജാനെ കോ കഹാ, മാനേജർ സ്റ്റേജിൽ നിന്ന് എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ഇസ്ലിയേ ആജ് മുझे ദുഃഖ കാ ദിൻ ഹെ, എന്നെ സംബന്ധിച്ച് ഇന്ന് ദുഃഖത്തിൻ്റെ ദിവസമാണ്. മനസ്സിലായ? മേരി ആവാസ് ഫട്ട് ഗയി, ലോക് ചില്ലാനേ ലഗേ, ഇങ്ങനെ കുറേ വാക്യങ്ങളൊക്കെ എഴുതിയിട്ട് നമ്മൾ കത്തിൻ്റെ ദുഃഖം ആ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ കത്ത് അവസാനിപ്പിക്കാം, ഡയറി അവസാനിപ്പിക്കാം. രണ്ടും ഒരേ ശൈലിയാണ്. പാരഗ്രാഫിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. കത്ത് എഴുതുമ്പം ഒരു ഇൻട്രൊഡക്ഷൻ കാണും, വിഷയം കാണും, കൺക്ലൂഷൻ കാണും. ലാസ്റ്റിൽ സ്വനിർദ്ദേശം എന്ന് പറയുന്നതാണ് ആപ്കി സഹേലി എന്ന് പറയുമ്പോൾ താങ്കളുടെ സുഹൃത്തെന്ന് പറയുന്നതാണ് അവിടെ അവസാനിപ്പിക്കും. പിന്നെ സ്ഥലവും തീയതിയും വയ്ക്കും, പിന്നെ സംബോധന കാണും. ഇതൊക്കെയാണ് കത്തിൻ്റെ രീതി. പക്ഷേ ഡയറി എഴുതുമ്പോൾ ഒന്നും വേണ്ട. പാരഗ്രാഫ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ തീയതി വയ്ക്കും. നിങ്ങൾക്കറിയാലോ, നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഏത് ഡയറി നോക്കിയാലും അവിടെ ഒരു തീയതി കാണും. അപ്പോൾ സംശയം, ഏത് തീയതി വയ്ക്കും? പരീക്ഷാ തീയതി വെച്ചാൽ മതി. ചാർലി ചാപ്ലിൻ പാടിയ തീയതിയൊന്നും നമ്മൾ കണ്ടുപിടിക്കണ്ട, പരീക്ഷാ തീയതി വെച്ചാൽ മതി. ആ പരീക്ഷാ തീയതി ടോപ്പിൽ നമ്മൾ മുകളിൽ വെച്ചു. പരീക്ഷ ബുധനാഴ്ചയാണെങ്കിൽ ബുധവാരം എഴുതി, അല്ലെങ്കിൽ തിങ്കളാഴ്ചയാണെങ്കിൽ നമ്മൾ സോമവാരം എഴുതി. ഇനി എഴുതിയ ദിവസം തെറ്റിപ്പോയി, ടീച്ചർ പരീക്ഷാ ദിവസമൊന്നും ആരെയും അന്വേഷിച്ചൊന്നും പോകില്ല, ഒരു ദിവസം വെച്ചു. ഇനി വച്ചില്ല എന്ന് നോക്കിയാൽ അതും പ്രശ്നമില്ല, തീയതി വെച്ചാൽ മതി. ഡയറിയിൽ പ്രധാനം തീയതിയാണ് കേട്ടോ. പരീക്ഷാ തീയതി വെച്ചോളൂ. ആ പരീക്ഷാ തീയതി വെച്ചെന്ന് വിചാരിച്ചിട്ട് പ്രശ്നമില്ല. ലണ്ടനിൽ നടന്ന പാട്ടിൻ്റെ ദിവസമൊന്നും നമ്മൾ തിരക്കണ്ട. നമുക്ക് ഡയറി എഴുതണമെങ്കിൽ എന്ത് വേണം? ഒരു തീയതി വേണം. ഒരു തീയതി വെച്ചു, തൊട്ട് താഴെ പാരഗ്രാഫ് അങ്ങ് തുടങ്ങുകയാണ്. ഒറ്റ പാരഗ്രാഫ് മതി ഡയറിക്ക്, 3 പാരഗ്രാഫ് വേണ്ട. അപ്പോൾ കത്തിനാണ് 3 ഡയറി, ഡയറിക്ക് ഒറ്റ പാരഗ്രാഫ് മതി. ആ ഡയറിയിൽ വിഷയം കത്തിലെഴുതിയ പോലുള്ള വിഷയം ചുരുക്കി അങ്ങ് പറഞ്ഞാൽ മതി. അതിലെ പ്രധാന സെൻറ്റൻസൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. മുझे आज एक अविस्मरणीय दिन है, मेरा गाना चल रहा था, बीच में आवाज़ फट गई, लोग चिल्लाने लगे, मैनेजर मुझे स्टेज से बाहर जाने को मजबूर किया, और मेरा बेटा चार्ली 5 साल का लड़का स्टेज पर आया, वह एक मशहूर गीत गाया, लोग पैसा बरसने लगे, लड़का स्टेज पर आया और पैसा बटोरने लगे, और गाना बीच में रोक दिया. ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ച് അവൻ പറഞ്ഞു, മയും അതിൽ സെൻറ്റൻസിലുണ്ടാവും, മയും പഹലയെ പൈസ ബട്ടോരൂങ്ക ബാദുമേ ഗാന ഗാവുങ്ക, ഞാൻ ആദ്യം ഈ പൈസ കളക്ട് ചെയ്യട്ടെ, അതിനുശേഷം ഞാൻ പാട്ട് പാടാം എന്ന അവൻ്റെ പ്രഖ്യാപനം ആ സ്റ്റേജിൽ ഭയങ്കര ബഹളമുണ്ടാക്കിച്ചു. വോ തിയേറ്റർ ഏക ഹസി ഖർമേം, നിങ്ങൾക്കവിടെ പാഠഭാഗത്തിൻ്റെ ഫസ്റ്റ് പേജിൻ്റെ ലാസ്റ്റിൽ അവരൊരു വാക്ക് വരുന്നുണ്ട്, ഹസീഖർ. ഹസീഖർ എന്ന് പറഞ്ഞാൽ ചിരിയുടെ വീട്. ആ തിയേറ്ററിനെ ഒരു ചിരിയുടെ വീടാക്കി മാറ്റി. ഏത് കാര്യം, എന്ത് കാര്യം? ലടുക്കേക്ക വഹ് ഘോഷണ കഥൻ, വിളംബരം. അവൻ്റെ വിളംബരമാണ്. അതൊരു 5 വയസ്സുള്ള കുട്ടിയെ വിളംബരം ചെയ്യണം. എന്താണ്? മൈം പഹലയെ പൈസ ബട്ടോരൂങ്ക ബാദമേ ഗാന ഗാവുങ്ക, ഞാൻ ആദ്യം ഈ പൈസയൊക്കെ കളക്ട് ചെയ്തിട്ട് അതിന് ശേഷമാകാം പാട്ട് എന്നൊരു അഭിനയത്തോടെ അവൻ പറയുന്നത്. ഇത് ചിരിക്ക് കാരണമാക്കി. എന്നിട്ടാണ് പിന്നെ അവൻ വന്നിട്ട് ഈ മാനേജർ പൈസ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നു, അതും അവൻ ഒരു വിഷയമാക്കി. മാനേജർ ഇതാ പൈസ അടിച്ച് മാറ്റിക്കൊണ്ട് പോകുന്നേ, അതും ആളുകളുടെ മുമ്പിൽ അനുകരിച്ച് കാണിച്ചു. അതിനും ചിരിയുടെ ബഹളമായി. അതിനുശേഷമാണ് അവൻ സ്റ്റേജിലേക്ക് കയറി വരികയും
ബാക്കി പ്രസിദ്ധരായ നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ മിമിക്സൊക്കെ കാണുമ്പോൾ നമുക്കറിയാം പ്രധാനപ്പെട്ട നടന്മാരുടെയൊക്കെ ശബ്ദാനുകരണവും അവരുടെ പ്രധാനപ്പെട്ട സംഭാഷണങ്ങളൊക്കെ അഭിനയിച്ച് കാണിക്കും. നക്കൽ കർണ എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിച്ച് അനുകരിക്കുക. ഇവിടെയും അവൻ അന്നറിയപ്പെടുന്ന ഏറ്റവും പ്രസിദ്ധരായ ആളുകളുടെ സംഭാഷണങ്ങൾ, അവരുടെ പാട്ടുകൾ, അവരുടെ നൃത്തങ്ങളൊക്കെ അവ അനുകരിക്കുകയും സ്വയം നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്ത് ആ സ്റ്റേജിനെ കൈയടക്കി. അങ്ങനെ അമ്മ പ്രശംസയ്ക്ക് പാത്രമായി. താരീഫ് കർണ, താലിയാം ബജാന, കൈകൊട്ടുക. അങ്ങനെയാണ് ആ പാഠം തീരുന്നത്. വളരെ ചുരുങ്ങിയ 2-3 പാരഗ്രാഫിൽ ആ പാഠം അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് സർക്കാർ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠമെന്ന് പറഞ്ഞത് നല്ലതുപോലെ പഠിക്കുക, ബാക്കിയുള്ളതും പഠിക്കണം. പക്ഷേ ഇതിനകത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ കിട്ടും, സെലക്ഷൻ ചോയ്സും ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏത് പാഠമാണ്, അപ്പോൾ ബീർ ബഹൂട്ടി എന്നുള്ള പാഠം നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും. കാരണം നമ്മളെ കുട്ടികളുടെ കഥയാണ്, സിമ്പിളാണ്, എളുപ്പമാണ്. സബ്സെ ബഡാ ഷോമാൻ എന്നുള്ള പാഠം 5 വയസ്സുള്ളൊരു കുട്ടിയുടെ ഒരു സ്റ്റേജ് ഷോയാണ്, നമുക്ക് സിമ്പിളായിട്ട് തോന്നി, അത് പഠിക്കുക നല്ലല്ലേ. പിന്നെ പാഠം ഏതുകൊണ്ട് നമ്മൾ അയാം കലാം എന്നുള്ള പാഠം, അതിന് ഉൾക്കൊള്ളാവുന്ന ഭാഗം നല്ലതുപോലെ എടുക്കുക. ആദ്യ ഭാഗത്തെ 2 കഥാപാത്രത്തെ കിട്ടി, സിനിമയിലെ കഥാപാത്രത്തെയും കിട്ടി, പഠിക്കാവുന്നത് എടുക്കുക. അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ ചോയ്സ് ഉണ്ട്. അങ്ങനെ ഈ പാഠവും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ഈ പാഠം നിങ്ങൾക്ക് കിട്ടും. ഈ പ്രധാനമെന്ന് പറഞ്ഞ പ്രധാന പാഠങ്ങൾ ഒന്നും തന്നെ നമ്മൾ ഉപേക്ഷിക്കരുത്. അതിനെ നല്ല പ്രാധാന്യത്തോടുകൂടി എടുത്താൽ നിങ്ങൾക്ക് നല്ല സ്കോർ ലഭിക്കാൻ ഈ പാഠം നിങ്ങൾക്ക് സഹായകമാകും. ഈ പാഠത്തെ സബ്സെ ബഡാ ഷോമാൻ എന്ന് പറയുന്ന ചാർലി ചാപ്ലിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഗീത് ചതുർവേദി എഴുതിയ ജീവനി നല്ലതുപോലെ ഒരു പ്രാവശ്യം വായിച്ച് അതിൻ്റെ ആശയം മനസ്സിലാക്കി ബാക്കി 1-2 ഡയറിയോ കത്തോ ഒക്കെ നിങ്ങൾ ഏതെങ്കിലും ബുക്ക്ലെറ്റുകൾ, പഴയ ബുക്ക്ലെറ്റുകൾ നമ്മളെ നാട്ടിൽ ഇഷ്ടം പോലെ കുട്ടികളെ കാണും, ഒന്ന് വായിച്ചു നോക്കിയാൽ. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് എപ്പോഴും നിങ്ങളോട് പറയാനുള്ളത്, 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വരുന്ന കുട്ടികൾ തീർച്ചയായിട്ടും അതത് വിഷയങ്ങളുടെ പഴയ ക്വസ്റ്റ്യൻസും നോക്കണം. പക്ഷേ ഈ പ്രാവശ്യം ഒരു വ്യത്യാസമുണ്ട്. ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വരാം, പക്ഷേ മോഡലിൽ ഇവരെ വ്യത്യാസം വരും. ചോയ്സിൻ്റെ എണ്ണം കൂടുതലുണ്ടാകും, അതേ ഉണ്ടാവും വ്യത്യാസം. അതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്യാനുള്ള അവസരം നൽകും. അതിനെക്കുറിച്ച് പിന്നീട് നമുക്ക് പറയാം. അങ്ങനെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.